Hi guys, welcome back to Johns's vlog. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ചില്ലി ചിക്കൻ ആണ്. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ, സപ്പോർട്ട് ചെയ്യാനെ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ആദ്യം നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ പെപ്പർ ഇട്ട് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ ഡാർക്ക് സോയ സോസ് ഇട്ട് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ മൈദ ഇട്ട് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ഇട്ട് കൊടുക്കാം. ഒരു എഗ് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നല്ല രീതിയിൽ നമുക്കിതൊന്ന് ഇളക്കിയെടുക്കാം. ഇത് നമുക്കിനി 30 മിനിറ്റ്സ് വെക്കാം മാരിനേറ്റ് ചെയ്ത്. നമുക്ക് എണ്ണ വെച്ച് കൊടുക്കാം. ചൂടാകട്ടെ കേട്ടോ. നമുക്ക് മാരിനേറ്റ് ചെയ്ത ഓരോ ചിക്കൻ പീസസും വെച്ച് കൊടുക്കാം. നമുക്കിനി അത് വറുത്തെടുക്കാം. അപ്പോൾ കണ്ടില്ലേ, നല്ല രീതിയിൽ ഗോൾഡൻ ബ്രൗൺ ആയിട്ടുണ്ട്. അപ്പം നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കുമ്പം ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തിരിച്ചും മറിച്ചും ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പം എല്ലാം ഈവൻലി ബ്രൗൺ ആവണം എല്ലാ സ്ഥലത്തും. പിന്നെ എൻ്റെ ലാസ്റ്റ് വീഡിയോ വന്നിട്ട് വെജ് പുലാവ് ആയിരുന്നു. അത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കാണാം. ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. അപ്പോൾ നമുക്കിനി ചിക്കൻ കോരി മാറ്റാം. കണ്ടില്ലേ, ഈ ഒരു ബ്രൗൺ ആയാൽ മതി. നമുക്കിനി കോരി മാറ്റി ഒരു പാത്രത്തിലേക്ക് വെക്കാം. അപ്പം നമ്മൾ വറുത്ത് കോരി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചില്ലി ചിക്കൻ്റെ ഗ്രേവി എങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. നമ്മുടെ എണ്ണ നല്ല രീതിയിൽ ചൂടായിട്ടുണ്ട്. നമുക്കിപ്പോൾ ഗാർലിക് ഇട്ട് കൊടുക്കാം. ഒരു 3-4 അല്ലിയാണ് ഞാൻ എടുത്തേക്കുന്നത്, ചോപ്പ് ചെയ്തത്. ഇനി നമുക്ക് ഇഞ്ചി ഇട്ട് കൊടുക്കാം. അതും ചോപ്പ് ചെയ്തതാണ്. നല്ല രീതിയിൽ ഇതൊന്ന് വഴറ്റി കൊടുക്കാം. ഞാനൊരു മീഡിയം ഫ്ലെയിമിലാണ് ഇട്ട് ചെയ്യുന്നത്. അടുത്തത് നമുക്കൊരു 3 പച്ചമുളക് ഇട്ട് കൊടുക്കാം. അത് നമുക്ക് നല്ല രീതിയിലൊന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്കൊരു ഓണിയൻ ഇട്ട് കൊടുക്കാം. ഒരു മീഡിയം സൈസ് ഓണിയൻ. അത് നമുക്ക് നല്ല രീതിയിലൊന്ന് വഴറ്റിയെടുക്കാം. 1 മിനിറ്റ് നല്ല രീതിയിൽ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കണം. അപ്പം നന്നായിട്ട് വഴറ്റിയതിന് ശേഷം നമുക്ക് കുറച്ചിനി ഉപ്പിട്ട് കൊടുക്കാം. എന്നിട്ട് അത് നല്ല രീതിയിൽ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്ക് ക്യാപ്സിക്കം ഇട്ട് കൊടുക്കാം. ഞാനൊരു 3/4 ക്യാപ്സിക്കമാണ് എടുത്തേക്കുന്നത് കേട്ടോ. നമുക്കെല്ലാം കൂടി ഇട്ട് നല്ല രീതിയിലൊന്ന് വഴറ്റിയെടുക്കാം. അപ്പം ഞാനിപ്പം ഹൈ ഹീറ്റിലാണ് ഇട്ടേക്കുന്നത്. അപ്പം നല്ല രീതിയിൽ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്ക് സോസസ് ഇട്ട് കൊടുക്കാം. റെഡ് ചില്ലി സോസ് 2 ടേബിൾ സ്പൂൺ, ടൊമാറ്റോ കെച്ചപ്പ് 2 ടേബിൾ സ്പൂൺ, അടുത്തത് നമുക്ക് ഡാർക്ക് സോയ സോസ് ഒഴിച്ച് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ, വൈറ്റ് വിനീഗർ 1 ടീസ്പൂൺ. എല്ലാം കൂടി ഇട്ട് നല്ല രീതിയിൽ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം.
സോസസൊക്കെ അതിൽ കിടന്ന് നല്ല രീതിയിലെല്ലാം മിക്സായി വരട്ടെ. ഇനി നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. അത് നമുക്ക് നല്ല രീതിയിലൊന്ന് മിക്സ് ആവുന്ന രീതിയിൽ നമുക്ക് മൊത്തമായിട്ട് ഇളക്കി കൊടുക്കാം. എല്ലാ ചിക്കൻ പീസസിലും ഒക്കെ നല്ല രീതിയിലൊന്ന് പിടിക്കട്ടെ കേട്ടോ. കണ്ടില്ലേ, ഇത് നമുക്കൊരു 2 മിനിറ്റ്സ് ഇങ്ങനെ കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. ഇപ്പം എല്ലാ മസാലയും നല്ല രീതിയിൽ മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലോട്ട് 1 കപ്പ് കോൺഫ്ലോറും വാട്ടറുമാണ്, കോൺഫ്ലോർ മിക്സ് ചെയ്തിട്ടുള്ള വാട്ടറാണ്, അത് ഒഴിച്ച് കൊടുത്തതാണ് ഇതിലോട്ട്. എന്നിട്ട് നല്ല രീതിയിലൊന്ന് ഇളക്കി കൊടുക്കാം. ഗ്രേവി ഒന്ന് തിക്കാവാൻ വേണ്ടിയിട്ടാണ്. തിക്കാവുന്നവരെ, ഈ കൺസിസ്റ്റൻസി വരുന്നവരെ നമുക്ക് വേണം. കണ്ടില്ലേ, നമ്മുടെ ഗ്രേവിയൊക്കെ നല്ല രീതിയിൽ തിക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സ്പ്രിംഗ് ഓണിയൻസ് ഇട്ട് കൊടുക്കാം. സ്പ്രിംഗ് ഓണിയൻസ് ഇല്ലെങ്കിൽ മല്ലിയിലയാണേലും മതി കേട്ടോ. അപ്പം എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നുകൊണ്ട് ഞാൻ ഇടുന്നതാണ്. അപ്പോൾ അതും ഇട്ട് നല്ല രീതിയിൽ നമുക്കൊന്ന് മിക്സ് ചെയ്ത് ഒരു 2 മിനിറ്റും കൂടി നല്ല രീതിയിൽ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ചില്ലി ചിക്കൻ റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. താങ്ക് യു.